എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മെയ് 16 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രത്തിന്റെ 4 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും ആദ്യം 3 ദിവസത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വരരാജൻ, നിഖില വിമൽ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇക്കഴിഞ്ഞ മെയ് മാസം 16 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ കോമഡി റൊമാൻറ്റിക് ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. മികച്ച ബോക്സ് ഓഫീസ് തരംഗമായി ഇപ്പോഴും മുന്നേറുന്ന സിനിമ ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക്, അതായത് ഞായറാഴ്ച ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 4 ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും പുറത്തു വരുമ്പോൾ ആദ്യമേ തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8 കോടി 10 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ രണ്ടാം ദിവസം 10 കോടി 62 ലക്ഷം രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം 12 കോടി 63 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ രണ്ടാം ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ചിത്രത്തിന് മൂന്നാം ദിവസമായി ഇന്നലെ കിട്ടിയതെങ്കിൽ ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ചിത്രത്തിന് 4 ദിവസമായി ഇന്ന് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 31 കോടി 30 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 4 ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം ചിത്രത്തിന് 2 കോടി 26 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ. ഇന്ന് ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ 3 കോടി 46 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം ചിത്രം 4 കോടി 50 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ 4 ദിവസമായി ഇന്ന് ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 5 കോടി 5.5 കോടി റേഞ്ചും കടന്ന് 6 കോടിയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ 18 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 12 കോടി 63 ലക്ഷം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനിൽ പ്രതീക്ഷിക്കുന്നത് 15 കോടിക്ക് മുകളിൽ രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം 3 ദിവസങ്ങൾ കൊണ്ട് 31 കോടി 30 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്നത്തെ കളക്ഷനോട് കൂടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 ദിവസങ്ങൾ കൊണ്ട് 46 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്നതാണ്. അങ്ങനെ വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ചിത്രത്തിന് വേറെ ലെവൽ തുടക്കമാണ് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.